ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? കാലാവസ്ഥയൊക്കെ മാറി ജലദോഷം വന്ന് വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? സന്തോഷമായിരിക്കുന്നു എല്ലാവരും. നമുക്കിന്ന് കഥയിലേക്ക് പോയാലോ? എൻ്റെ തന്നെ നോക്കി കിടക്കുന്ന അപ്പനെ കണ്ട് നീലൻ ചോദിച്ചു, എനിക്കൊരു ഉമ്മ തരുമോ? അവൾ ചോദിച്ചത് നീലൻ അപ്പം ഉയർന്ന് അവളുടെ നെറുകയിലായി ഉമ്മ കൊടുത്തു. ഇവിടെ അവൾ കവിളി തൊട്ട് പറഞ്ഞു, അവിടെ ഒരു ഉമ്മ. നീല, ഇവിടെ. അത് വേണ്ട, പ്ലീസ്, ഒരു കുഞ്ഞുമ്മ മതി. അവൾ കെഞ്ചി പറഞ്ഞതും അവൻ അവളുടെ ചുണ്ടിലായി ഉമ്മ വെച്ചു. നീ എൻ്റെ കുഞ്ഞുറങ്ങിക്ക്, സമയം ഒരുപാടായി, ഈ സമയത്ത് ഇങ്ങനെ ഉറക്കമുളയ്ക്കാൻ പാടില്ല. നീലൻ അത് പറഞ്ഞ് അവളുടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കിടന്നു. ഇന്ന് പോകുന്നില്ലേ നീല? രാവിലെ അവൻ എണീക്കുന്ന സമയം കഴിഞ്ഞതും അപ്പോൾ അവനെ തട്ടി വിളിച്ചു. ഇല്ല, ലീവാ. അതെന്താ പോവാത്ത? നീ ഒറ്റയ്ക്കല്ലേ? അല്ലെങ്കിലും നീ ഇല്ലാത്തപ്പോൾ ഞാൻ അവിടെ ഒറ്റയ്ക്കല്ലേ? പക്ഷേ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ. അതെന്താ, ഇപ്പം എനിക്ക് കൊമ്പുണ്ടോ? കൊമ്പില്ല, ഇവിടെ എൻ്റെ വാവയുണ്ട്. അവളുടെ വയറിൽ തൊട്ട് പറഞ്ഞു. അപ്പുവിന് ഒരു പുഞ്ചിരി നിറഞ്ഞു. ഓഹോ, അപ്പം നീ 10 മാസം ജോലിക്കൊന്നും പോകാതെ നോക്കിയിരിക്കുമോ? അതിന് പറ്റില്ലല്ലോ. പക്ഷേ നിന്നിവിടെ ഒറ്റയ്ക്ക് എത്താൻ പറ്റില്ല. അതിനൊരു വഴി കണ്ടെത്തണം. എന്തായാലും ഡോക്ടറെ പോയി കാണണമെന്ന്. എന്നാൽ നീ കിടന്നോ. അവൻ്റെ മുടിയിലൂടെ ഒന്ന് വിരലൊടിച്ച ശേഷം അപ്പു ബെഡിൽ നിന്ന് എണീറ്റതും അവളുടെ കയ്യിൽ നീലിൻ്റെ പിടി വീണു. കുറച്ച് നേരം കൂടെ ഇവിടെ കിടക്കടി. അവൻ കണ്ണു ചെറുതാക്കി പറഞ്ഞതും അപ്പു അവൻ്റെ അരികിലായി കിടന്നു. നീലൻ അവളുടെ മാറിലേക്ക് തല വെച്ച് കണ്ണടച്ച് കിടന്നു. കുറേ കഴിഞ്ഞ് അവൻ ഉറങ്ങിയെന്ന് മനസ്സിലായതും അവൾ അങ്ങനെ പതിയെ ബെഡിലേക്ക് കടത്തി അടുക്കളയിലേക്ക് നടന്നു. 10 മണി കഴിഞ്ഞത് നീലനും അപ്പും ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി. ആദ്യമേ കാണിച്ച ഹോസ്പിറ്റലിൽ ഡോക്ടറെ പരിചയമുള്ളതിനാൽ അവിടെ തന്നെയാണ് അപ്പുവിനെ കാണിച്ചത്. ബേബിക്ക് 4 വീക്ക് ഗ്രോത്ത് ഉണ്ട്. ഹോസ്പിറ്റലിൽ പോയി വന്നത് അവൾ നേരെ കുളിച്ച് ബെഡിലേക്ക് കടന്നു. വരുന്ന വഴി പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് അവൾ വന്നത്. ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് തട്ടലും മുട്ടലും കേൾക്കുന്നുണ്ട്. അവൾ എഴുന്നേറ്റ് മുഖം കഴുകി അടുക്കളയിലേക്ക് നടന്നു. നീലം കാര്യമായി എന്തോ പണിയിലാണ്. അവൾ കുറച്ചുകൂടി അടുത്തേക്ക് വന്നപ്പോഴാണ് ആള് ഗംഭീര പാചകത്തിലാണെന്ന് മനസ്സിലായത്. എന്താ നീല ഉണ്ടാക്കണേ? പഴംപൊരി. മാവിൽ മുക്കിയെടുത്ത് എണ്ണയിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞവൻ. അത് ഞാൻ പറഞ്ഞില്ലല്ലോ പഴംപൊരി വേണമെന്ന്. അവൾ സ്ലാബിന് മുകളിലേക്ക് കയറിയിരുന്നുകൊണ്ട് പറഞ്ഞു. ഒന്ന് പതിയിരിക്കടി എൻ്റെ കൊച്ച്. നീലൻ അവളുടെ വയറിൽ കൈ ചേർത്ത് പറഞ്ഞു. സോറി, ഞാൻ അറിയാതെ പെട്ടെന്ന്. അവൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. നീലൻ അവളെ നോക്കി പേടിപ്പിച്ചു. നീ ഇത് കഴിക്ക്, ഇപ്പോഴേക്ക് ഞാൻ ചായ ഉണ്ടാക്കാം. അവൻ പഴംപൊരി അടങ്ങിയ പ്ലേറ്റ് അവൾക്ക് നേരെ നീട്ടി. ഞാൻ ചായ വയ്ക്കാം നീല. വേണ്ട, നീ ഇവിടെ ഇരുന്നു. അത് പറഞ്ഞ നീലൻ ചായപാത്രം ഗ്യാസിന് മുകളിൽ വെച്ച് അതിലേക്ക് പാലൊഴിച്ചു. നീല, അവൾ കയ്യിലെ പഴംപൊരി അവന് നേരെ നീട്ടി. ഇനി കഴിച്ചോ. അവൻ തിരിഞ്ഞ് അവളുടെ വായിലേക്ക് തന്നെ വെച്ചു കൊടുത്തു. ദിവസങ്ങൾ പതിയെ മുന്നോട്ട് പോയി. നീലൻ ഓഫീസിൽ പോകുമ്പോൾ അപ്പോൾ ഒറ്റയ്ക്കാവുന്നതിനാൽ അവൻ ഓഫീസിൽ പോകുമ്പോൾ അവളെ അവളുടെ വീട്ടിലാക്കും. വരുമ്പോൾ വിളിച്ചുകൊണ്ട് വരും. പക്ഷെ എല്ലാ ദിവസവും അത് നടക്കുന്ന കാര്യമല്ല. വീട്ടിൽ പശുക്കളും മറ്റുള്ളതിനാൽ അമ്മയ്ക്കും അപ്പുവിൻ്റെ നീലൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാനും പറ്റില്ല. അവസാനം അപ്പുവിൻ്റെ ബന്ധത്തിലുള്ള ഒരു അമ്മൂമ്മ അപ്പുവിന് പകല് കൂട്ടിയിരിക്കാനായി നീലൻ ഏർപ്പാടാക്കി. നീ ഇങ്ങനെ ഒന്നും കഴിക്കാതെ നടന്നോ? വയറ്റിൽ ഒരു കുഞ്ഞു കൂടി ഉള്ളതെന്ന് ഓർമ്മ വേണം. ഓറഞ്ചിൻ്റെ തൊലി പൊളിച്ച അമ്മ അപ്പുവിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അമ്മ ചീത്ത പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നേ. അവൾ ഓറഞ്ച് വായിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു. ഇപ്പം ഞാൻ വന്നതാ ഇവിടെ കുറ്റം. ഞാൻ കുടുംബശ്രീക്ക് വന്നതാ. ആ വഴിക്ക് ഒരു നോക്ക് കാണാൻ വേണ്ടി ഓടി പിടിച്ച് വന്നതാ. സന്ധ്യ ആകുമ്പോഴേക്കും തിരിച്ച് വീട്ടിലെത്തണം. കുഞ്ഞമ്മണിയെ കെട്ടിയിട്ടില്ല. അത് തള്ളപ്പശുവിൻ്റെ പാല് കുടിച്ച് പോവോ എന്തോ.
അമ്മ അവലാതിയോട് പറഞ്ഞു, ഇനി എന്തായാലും ചായ കുടിച്ചിട്ടാവാം ബാക്കി സംസാരം. അമ്മൂമ്മ അടുക്കളയിൽ നിന്ന് ചായ ആയി വന്നു. ഇതൊന്നും വേണ്ടായിരുന്നു, ഞാൻ ഇറങ്ങാൻ നിൽക്കായിരുന്നു. അമ്മ പുഞ്ചിരിയോട് പറഞ്ഞു, അത് സാരമില്ല. അമ്മൂമ്മ ചായ നീട്ടി. അപ്പു, അമ്മൂമ്മ ഒരു ഗ്ലാസ് അപ്പോൾ നന്നായിട്ട് നീട്ടി. എനിക്ക് വേണ്ട അമ്മമ്മ, അല്ലെങ്കിൽ തന്നെ ഒടുക്കത്തെ ചൂടാണ്, അതിൻ്റെ കൂടെ തിളച്ച ചായ. ഇത് തന്നെ ഞാൻ പറഞ്ഞൊന്നും കഴിക്കണ്ടെന്ന്. അമ്മ വേഗം ചായ കുടിച്ച് നീട്ടു. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ചേച്ചി, ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, ചേച്ചി നന്നായി നോക്കുന്നറിയാം. അമ്മൂമ്മയുടെ കയ്യിൽ പിടിച്ച് അമ്മ പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, ഞാൻ നന്നായി തന്നെ നോക്കുന്നുണ്ട്. പണ്ട് വിളി ചെറുതാവുമ്പോൾ ഞാൻ എത്ര കുളിപ്പിച്ചതാ, നിന്റെ പ്രസവം ഞാൻ തന്നെയല്ല നോക്കിയേ, ഇപ്പം ഇവളെ ഞാൻ തന്നെ. എന്താ കാലം പോകുന്നൊരു പോക്കേ, പിള്ളേരെല്ലാം പെട്ടെന്ന് വലുതായി. അമ്മൂമ്മ പണ്ടത്തെ ഓർമ്മയിൽ പറഞ്ഞു. എന്നാൽ ഞാൻ ഇറങ്ങാം. അമ്മ പുറത്തേക്ക് നടന്നു, പിന്നാലെ അപ്പുവും അമ്മൂമ്മയും. അമ്മ മുറ്റത്തേക്ക് ഇറങ്ങിയത് നീലൻ ജോലി കഴിഞ്ഞ് വന്ന് ഒരുമിച്ചാണ്. ആ ഇതേ കാർത്തിക്കുഞ്ഞ് വന്നല്ലോ, എന്നാൽ ഞാനും ഇറങ്ങാം. അമ്മൂമ്മയും പോവാൻ തയ്യാറായി. അമ്മ വന്നിട്ട് കുറേ നേരമായ? നീലൻ അകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. ഇല്ല മോനെ, ഇതുവഴി വന്നപ്പോൾ ഒന്ന് കയറിയതാ, ഞാൻ ഇറങ്ങാൻ നിൽക്കായിരുന്നു. അവിടെ ആരതിയും കുഞ്ഞും ഒറ്റയ്ക്കല്ലേ, പിന്നെ പോയിട്ട് വേണം പറമ്പേന്ന് പശുക്കളെ അയച്ചിട്ട് വരാൻ. എന്നാൽ ഞാൻ വീട്ടിലേക്ക് ആക്കിത്തരാം. ഏയ് വേണ്ട, നടക്കാനുള്ള ദൂരമല്ലോ, ഞങ്ങൾ നടന്നോളാം, അമ്മ പറഞ്ഞു. പിന്നെ മോനെ, ദേ പെണ്ണിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്, ഒരു വക കഴിക്കണില്ല, എന്തു കൊണ്ടുവന്നാലും അവൾക്ക് വേണ്ട. അമ്മ അപ്പൂനെ നോക്കി പറഞ്ഞ് പുറത്തേക്ക് പോയി. എന്നാൽ ഞാനും ഇറങ്ങാം മോനെ, നാളെ വരാം. അമ്മൂമ്മ ഇറങ്ങി. അമ്മ വെറുതെ പറയാ നീല, എനിക്ക് വേണ്ടാത്ത സാധനങ്ങൾ കൊണ്ടുവന്ന് കഴിക്കുന്നു പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? തന്നെ നോക്കി നിൽക്കുന്ന നീലനെ നോക്കി അവൾ പറഞ്ഞു, എൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ. എന്ത് പച്ചമാങ്ങിയ? ഈ അമ്മയുടെ വിചാരം എന്താണെന്നറിയോ, ഈ സീരിയലിലും സിനിമയിലും ഒക്കെ ഗർഭിണികൾ പച്ചമാങ്ങ വേണമെന്ന് പറയണ പോലെ ലോകത്തിലെ എല്ലാ ഗർഭിണികൾക്കും മാങ്ങ തിന്നാൻ തോന്നുന്ന. അത് നിന്നോടുള്ള സ്നേഹം കണ്ടല്ലേ. സ്നേഹമൊക്കെയാണ് എന്ന് വെച്ച് പല്ല് പൊളിക്കണ മാങ്ങ കഴിക്കാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ കഴിക്കാനാ? പിന്നെ എൻ്റെ കുഞ്ഞിനെന്താ കഴിക്കാൻ വേണ്ടേ? പറഞ്ഞാൽ ചീത്ത പറയോ? ഇല്ല എൻ്റെ കുട്ടി പറ. ബർഗറാ? ഈ സ്വിഗ്ഗിയൻ ഒന്ന് വഴി തെറ്റിക്കുന്നില്ല, വെറുതെ ഒരേ നോട്ടിഫിക്കേഷൻ കാണിച്ചെങ്കിൽ വാങ്ങിത്തരുമോ? ഇപ്പോൾ ആണെങ്കിൽ ഓഫറും ഉണ്ട്. അത് വേണോ? പുറത്തുനിന്നുള്ള ഫുഡ് അധികം കഴിക്കുന്നത് നല്ലതല്ല, എപ്പോഴെങ്കിലും അല്ല നീല. ഓർഡർ ചെയ്ത് ഞാൻ കുളിച്ചിട്ട് വരാം, നീലൻ അവളുടെ കവളി ഉമ്മ പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ ചായ എടുക്കാട്ടോ. അവൾ നീലിൻ്റെ കൈ ചുറ്റിപ്പിടിച്ച് അകത്തേക്ക് നടന്നു. അപ്പുവിന് ഇപ്പോൾ 4 മാസം കഴിഞ്ഞു. ഫസ്റ്റ് സ്കാനിങ് കഴിയുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. കഴിക്കുന്നില്ല? അവൾ വെറുതെ നീലനെ നേരെ നീട്ടി. എനിക്ക് വേണ്ട, നീ കഴിച്ചോ, അവളുടെ അടുത്ത് ഇരുന്നുകൊണ്ടാവും പറഞ്ഞു. നീല, പിന്നെ എനിക്കൊരു സീരിയസ് ആയി കാര്യം പറയാനുണ്ട്. അത്രയും നേരം പുഞ്ചിരി നിറഞ്ഞ അവളുടെ മുഖം ഗൗരവത്തിലായി. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക്